ഒരു കാലത്ത് കമ്പ്യൂട്ടറും ഇംഗ്ലീഷും അറിയാത്തവർ പിന്നിലായി. ഇനി പിന്നിലാവാൻ പോകുന്നത് AI അറിയാത്തവരായിരിക്കും. അതിപ്പോ നിങ്ങൾ ഒരു ബിസിനസ്സുകാരനാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഒരു കർഷകനാണെങ്കിലും ശരി. ഡൽഹിയിൽ കഴിഞ്ഞ 5 ദിവസമായിട്ട് നടന്നത് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയെങ്കിൽ നിങ്ങൾക്ക് ആ സിഗ്നൽ നഷ്ടമായി. ഫെബ്രുവരി 16 മുതൽ 20 വരെ ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നമ്മുടെ രാജ്യം ഇന്ത്യ AI സമ്മിറ്റ് ആൻഡ് എക്സ്പോയ്ക്ക് ആതിഥേയത്വം വഹിച്ചു. പക്ഷേ ഇത് വെറും പ്രസംഗങ്ങളും സെൽഫികളും കൊണ്ട് നിറഞ്ഞ ഒരു ഇവന്റ് ആയിരുന്നില്ല. അവിടുത്തെ ഹോൾ നമ്പർ 3-ൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓൺടർപ്രണർഷിപ്പ് പവലിയൻ. അവിടെയാണ് ആ വലിയ മാറ്റം പ്രകടമായത്. ആളുകൾ അവിടെ അത്യാധുനിക റോബോട്ടുകൾക്ക് ചുറ്റുമല്ല തടിച്ചുകൂടിയത്. അവർ സൊല്യൂഷൻസിന് പുറകെയായിരുന്നു. അവിടെ സ്കിൽ ഇന്ത്യയുടെ ഒരു AI അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു. നമ്മുടെ കരിയറിനെയും ബിസിനസിനെയും പറ്റിയുള്ള എന്ത് ചോദ്യങ്ങൾക്കും ഉടനെ മറുപടി നൽകും. വിദ്യാർത്ഥികൾ ചോദിച്ചത് എനിക്ക് എങ്ങനെ ഒരു AI എക്സ്പെർട്ട് ആവാം, ബിസിനസ്സുകാർ ചോദിച്ചത് ഞങ്ങളുടെ ബിസിനസ്സിൽ എങ്ങനെ AI യൂസ് ചെയ്യാം. ആൻഡ് എല്ലാവർക്കും അവിടെ നിന്ന് കൃത്യമായിട്ടുള്ള മറുപടികളും ലഭിച്ചു. മറ്റൊരു ഭാഗത്ത് നോക്കിയാൽ കർഷകർ IoT സെൻസേഴ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കൃഷി ചെയ്യാമെന്ന് പഠിക്കുകയായിരുന്നു. ഈ സെൻസേഴ്സ് AI കണക്ട് ചെയ്തിട്ട് മണ്ണിന്റെ നിലവിലെ കണ്ടീഷൻ, ഈർപ്പം, ചെടികളുടെ ആരോഗ്യം എല്ലാം കർഷകരുടെ ഫോണിൽ മിനിറ്റുകൾ കൊണ്ട് നോക്കി കാണാൻ പറ്റും. ഇതൊന്നും വെറും കഥയല്ല കേട്ടോ, നമ്മുടെ രാജ്യത്ത് ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഡിസൈനർമാർ AI യൂസ് ചെയ്തിട്ട് അവരുടെ പണികൾ വേഗത്തിൽ തീർക്കുന്നു. സ്മോൾ ആൻഡ് മീഡിയം ഓൺടർപ്രണേഴ്സ് AI യൂസ് ചെയ്തിട്ട് അവരുടെ ബിസിനസ്സിലെ ജോലിഭാരം കുറയ്ക്കുന്നു. ഹെൽത്ത് കെയർ, ടെക്സ്റ്റൈൽസ്, കൺസ്ട്രക്ഷൻ, സ്റ്റാർട്ടപ്സ്, അങ്ങനെ ഇന്ത്യയിലെ എല്ലാ ബിസിനസ് മേഖലയിലും ഇപ്പൊ AI എത്തിക്കഴിഞ്ഞു. ആൻഡ് AI എന്നത് വെറും ഹൈപ്പ് മാത്രമല്ല, അത് ശരിക്കും പ്രയോജനപ്പെടുത്തേണ്ടതാണെന്നും എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്നും ഈ ഇവന്റ് എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. ഈ ഇവന്റ് AI കുറിച്ച് എല്ലാവർക്കും വെറും ഇൻഫർമേഷൻസ് കൊടുക്കുന്ന ഒന്നും മാത്രമായിരുന്നില്ല. ആക്ച്വലി നമ്മുടെ രാജ്യത്തിന് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യാൻ വേണ്ടി എല്ലാവരെയും പുതിയ കാലത്തിന് വേണ്ടി ഒരുക്കുകയാണ് അവർ ചെയ്തത്. സോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്ത്യയെ മാറ്റുമോ എന്നുള്ളതല്ല ചോദ്യം, ആ മാറ്റത്തിനൊപ്പം ഓടിയെത്താൻ നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ളതാണ്.